നമസ്കാരം, ഞാൻ ഡോക്ടർ മുരളി മോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, മെമ്മറി ആൻഡ് ബ്രെയിൻ പവർ ട്രെയിനർ. നമ്മുടെ തലച്ചോറിനെ നമുക്ക് തന്നെ റീവയറിങ് ചെയ്ത് സ്മാർട്ട് ആകാം. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ പറ്റും. ഇത് 1948 ആദ്യമായിട്ട് ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയത്. അതിനു മുമ്പ് ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നിലയ്ക്കും, പിന്നെ അങ്ങോട്ട് വികസനമില്ല. അപ്പോൾ ഒരാൾ മിടുക്കനായിട്ടോ ജനിക്കുകയാണെങ്കിൽ മിടുക്കനായിരിക്കും, മണ്ടനായിട്ട് ജനിക്കുകയാണെങ്കിൽ മണ്ടനായിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സിലും കുറച്ച് കുട്ടികൾ പഠിക്കും, കുറച്ച് കുട്ടികൾ മോശമായിരിക്കും. അപ്പോൾ ഈ മോശക്കാരന് അവസാനം വരെ മോശമാണ്. അവർ മിക്കവാറും പഠിത്തം നിർത്തിപ്പോവും. ചിലർ 4ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവും. ചിലർ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച് പിന്നെ ചെറിയ പണികൾക്കൊക്കെ പോകും. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എന്താ വിചാരിക്കുന്നത്, ഇവർ ബുദ്ധി കുറവാണ്, അപ്പോൾ പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല, അതാ പ്രശ്നം. പക്ഷേ 1948 ഈ പ്രതിഭാസം, അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ന്യൂറോ എന്ന് പറഞ്ഞാൽ ന്യൂറോൺ, തലച്ചോറുണ്ടാക്കിയിരിക്കുന്ന തലച്ചോറിലെ കോശങ്ങൾ. തലച്ചോറിലെ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 ബില്യൺ അടുത്ത്, ഏതാണ്ട് കൃത്യം പറഞ്ഞ 8600 കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ ഇതിനകത്തുള്ള വയറിങ്, അപ്പോൾ എന്താണ് ഈ തലച്ചോറിനകത്തുള്ള വയറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ്. എങ്ങനെ ഈ കണക്ഷൻ രൂപപ്പെടുന്നത്? നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മളത് ചിന്തിക്കുമ്പോഴും ഒക്കെ തലച്ചോറിനകത്ത് പുതിയ വയറിങ് ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ഇതിനെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നു, തയ്യൽ പഠിക്കുമ്പോൾ അയാൾക്ക് എളുപ്പം തയ്ക്കാൻ പറ്റും. കാരണം കുറച്ച് കോശങ്ങൾ, ചിലപ്പോൾ 10,000 അല്ലെങ്കിൽ 1,00,000 2,00,000 കോശങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിട്ട് അയാളെ ജീവിത അവസാനം വരെ ഈ തയ്യൽ ജോലി അയാളത് കൂടുതൽ ചെയ്യുമ്പോൾ ആ പാത്ത് വേ സ്ട്രോങ് ആവും, അയാൾക്ക് നല്ലോണം തയ്ക്കാൻ പറ്റും. അപ്പോൾ ഡ്രൈവിംഗ് ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് കുറച്ച് കോശങ്ങൾ ചേർന്ന് ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ ഏത് ജോലി ചെയ്യുമ്പോഴും പിയാനോ വായിക്കുന്നവർ, വയലിൻ വായിക്കുന്നവർ, അപ്പോൾ വയലിൻ വായിക്കുന്ന ആൾ വയലിൻ പഠിക്കാനായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്ന അവസരത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ വയറിങ് ഫോം ചെയ്യും. അപ്പോൾ ഓരോ കലകൾ പഠിക്കുമ്പോഴും ഓരോ സ്കില്ല് പഠിക്കുമ്പോഴും കണക്കും സയൻസും ലാംഗ്വേജും പഠിക്കുമ്പോഴൊക്കെ തലച്ചോറിനകത്ത് വയറിങ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഭാഷ പഠിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഏത് പ്രായം പ്രശ്നമല്ല, ഏത് പ്രായത്തിലും നമുക്ക് തലച്ചോറിനകത്ത് വയറിങ് കൂട്ടാം. അപ്പോൾ അങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഓർമ്മശക്തി കൂടുന്നു, ബുദ്ധിശക്തി കൂടുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും പഠിത്തം നിർത്തിയിട്ട് 10 + 2 കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് ജോലി ചെയ്യുന്നു, വയസ്സ് ഇപ്പം 35 40 ഉണ്ടെന്നിരിക്കട്ടെ, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തലച്ചോറിനെ ആക്റ്റീവ് ആക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് MAയും PhDയും MSCയും ഒക്കെ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ താക്കോൽ. നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് വയറിങ് ഉണ്ടാക്കണം, അതിനായിട്ട് നിങ്ങൾ കൂടുതൽ വായിക്കുന്നു. എല്ലാ ദിവസവും പത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനകത്ത് റീവയറിങ് ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾ എഴുതുന്നു, ഒരു 5 6 പേജ് എഴുതുന്നു. എല്ലാ ദിവസവും നിങ്ങൾ കണക്ക് കൂട്ടുന്നു. എല്ലാ ദിവസവും നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ തമിഴ് പഠിക്കുന്നു, അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്നു. ഇപ്പം ഇങ്ങനെ പഠിക്കുന്നവരുണ്ട് പലരും. അവരുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി അസാമാന്യമായിട്ട് കയറുന്നു. അപ്പം നമ്മൾ എത്രമാത്രം നമ്മുടെ തലച്ചോറിനകത്ത് ഈ റീവയറിങ് ഉണ്ടാക്കുന്നു, തലച്ചോറിൻ്റെ സ്ട്രക്ചർ മാറും, തലച്ചോറിൻ്റെ കെമിസ്ട്രി മാറും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓർമ്മശക്തിയെക്കുറിച്ച് അതിശയിച്ചു പോകും. പിന്നെ നമുക്ക് ഏത് ഡിഗ്രി എടുക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം. ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം, പഠനം എളുപ്പമാക്കാവുന്ന ഒരു പുസ്തകം, അസാമാന്യ ഓർമ്മശക്തി നേടുന്നതിന് വേണ്ടിയുള്ള പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ തലച്ചോറിനെ റീവെയർ ചെയ്യാനും ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എത്ര കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, ഉദാഹരണമായിട്ട് ഇപ്പോൾ 100 200 ഒക്കെ ഉള്ള സംഖ്യ സാധാരണക്കാർക്ക് പറ്റാത്ത കാര്യമാണ്, സൂപ്പർ മെമ്മറിയാണ്. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് 100 അക്കമുള്ള സംഖ്യ ഓർത്തെടുക്കാൻ പറ്റും. സിമ്പിൾ ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇയറുകൾ, ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942, കുളച്ചൽ വാർ 1741, ഇതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ, ഇതുപോലെ സമയമൊന്നും വേണ്ട, മിനിറ്റുകൾ മതി. അപ്പം ബ്രെയിനകത്ത് റീവയറിംഗ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കുകളുണ്ട്, സൂപ്പർ മെമ്മറി ടെക്നിക്കുകൾ ഉൾപ്പെടുത്തണം. പാരഗ്രാഫ്, ഇപ്പോൾ 50 പാരഗ്രാഫ് ഓർത്തെടുക്കണം, ഈസിയാണ്, മിനിറ്റുകൾ മതി. ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തെ മുഴുവൻ പോയിന്റുകളും ഗ്രഹിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതും ബ്രെയിൻ ഉപയോഗിക്കണം. അപ്പോൾ എങ്ങനെ ഈ ബ്രെയിനെ യൂസ് ചെയ്യാം, ഉപബോധ മനസ്സിലോട്ട്, ഓർമ്മയിലോട്ട് ഇതെങ്ങനെയാണ് കടത്തിവിടേണ്ടത്, ആ ടെക്നിക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് ഇത്. പോസ്റ്റിൽ ലഭിക്കുന്നതിന് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബ്രെയിൻ്റെ വയറിംഗ് ഉണ്ടാകുന്നുള്ള സിമ്പിൾ ടെക്നിക്കുകൾ ഞാൻ ഒന്ന് പറയാം. ഒന്ന്, 2 കൈ ഉപയോഗിക്കുക. അപ്പം ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം തന്നെ ആരംഭിക്കുക. നിങ്ങൾക്ക് ബാലൻസ് കുറവുള്ള കൈ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുമ്പോൾ ഈ കൈ കൊണ്ട് മുഖം കഴുകണം, അതുപോലെ ഇടത് കൈ കൊണ്ട് മുഖം കഴുകണം. അതുപോലെ പല്ല് തേക്കും, ബ്രഷ് എടുത്ത് പല്ല്. അപ്പോൾ രാവിലെ തന്നെ തുടങ്ങി. നിങ്ങൾ രാവിലെ ഈ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്നു, ബ്രഷ് ഈ കൈ കൊടുത്ത് ഈ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ തന്നെ 2 ബ്രെയിനിലേക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു. നമുക്ക് രണ്ട് പാർട്ടാണ് നമ്മുടെ ബ്രെയിന്, 2 ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. അപ്പോൾ ഈ തലച്ചോറിലെ ന്യൂറോണുകളെ ഉണർത്താനായിട്ട്, അവ തമ്മിൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചാൽ മതി. പുതിയ കാര്യങ്ങൾ, ലാംഗ്വേജ് ആവണമെന്നില്ല. ഇതുവരെ മലയാളവും ഇംഗ്ലീഷും അറിയാമെങ്കിൽ
തമിഴ് ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങുക, സംസ്കൃതമോ ഹിന്ദിയോ ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ മക്കളുടെ പിയാനോ അവർ പഠിക്കുമ്പോൾ നമ്മളെടുത്ത് ചെറുതായിട്ടൊന്ന് അവർ കൊച്ചുമക്കൾ പറഞ്ഞു തരും. ചിലപ്പോൾ ഡാൻസ് കളിച്ചിട്ടില്ലാത്തവർ ഡാൻസ് കളിക്കുക. അപ്പൊ ഇതിന് പ്രായപരിധി ഉണ്ടോ? ഇല്ലെന്നുള്ളതാണ്. ഏത് പ്രായത്തിലും ഇപ്പം നിങ്ങൾ നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ 75 80 വയസ്സിൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവരെ കൊണ്ട് വായിപ്പിക്കുക. അവർ വായിക്കുമ്പോൾ അവരുടെ തലച്ചോറിനകത്ത് പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. പത്രം വായിക്കുമ്പോൾ ഒരേ കാര്യം ദിവസവും വായിച്ചിട്ട് കാര്യമില്ല, പുതിയ പുതിയ കാര്യങ്ങൾ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ന്യൂസ് പേപ്പറും, അതാകുമ്പോൾ ഓരോ ദിവസവും പുതിയ വാർത്തകളാണ്. തലച്ചോറിനകത്ത് പുതിയ റീവയറിങ് നടക്കും. അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ മക്കളെ കൊണ്ട് വായിപ്പിച്ചാലോ? കുട്ടികൾ ഇത് വായിച്ചിട്ട് പത്രം വായിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ അവന്റെ തലച്ചോറിനകത്ത് ന്യൂറൽ പാത്ത് ഉണ്ടാവുന്നു, അവന് പഠിപ്പിക്കുന്ന കാര്യം എളുപ്പം മനസ്സിലാവുന്നു, അവന് ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ മിക്ക കുട്ടികളും പത്രം വായിക്കുന്നില്ല, അതിന്റെ പ്രാധാന്യം അവർക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ 2 കൈ കൊണ്ട് ജോലികൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ ജോലികൾ, അടുക്കളയിൽ ജോലി ചെയ്യുന്നു, തുണി കഴുകുന്നു, ഇങ്ങനെ കുട്ടികൾ ഓരോ മിനിറ്റിലും ജോലി ചെയ്യുമ്പോൾ അവരുടെ തലച്ചോറിനകത്ത് പുതിയ റീവയറിങ് ഉണ്ടാവും. അവരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റു നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന മറ്റൊരു എക്സർസൈസ് ആണ് കുറച്ചു നേരം പുറകോട്ട് നടക്കുക. അപ്പൊ നമ്മൾ എന്നും മുന്നോട്ട് നടക്കുന്നു, കുറച്ച് ബാക്കിലേക്ക്, നമ്മുടെ മുറ്റത്ത് തന്നെ ബാക്കിലേക്ക് നടക്കുന്നു. സൂക്ഷിച്ച് നടക്കണം, വീഴാതെ നടക്കണം. അതുപോലെ നമ്മൾ 2 കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ 2 ബ്രെയിൻ, അതുപോലെ നമ്മൾ എണ്ണിക്കൊണ്ട് നടക്കുമ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ കാല് വെക്കുമ്പോഴും 1 2 3 എണ്ണിക്കൊണ്ട് നടക്കുക. ഇങ്ങനെ എക്സർസൈസുകളിലൂടെ നമ്മുടെ തലച്ചോറിനെ 2 ബ്രെയിനും വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തലച്ചോറിനകത്ത് പുതിയ പുതിയ ന്യൂറൽ പാത്തുകൾ ഫോം ചെയ്യാൻ പറ്റും. ഈ ന്യൂറൽ പാത്ത് എത്രമാത്രം ഫോം ചെയ്യുന്നു. അപ്പൊ ഇന്ന് വരെ പഠിച്ചിട്ടില്ലാത്ത പുതിയ സ്കിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ തലച്ചോറ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് പ്രായമായാലും പുതിയ ഡിഗ്രിയിൽ എടുക്കാം. ആദ്യം നിങ്ങൾ തലച്ചോറിനെ ഇതുപോലെ റീവയറിങ് നടത്തി തലച്ചോറിനകത്ത് നിറയെ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഇവയാണ് നമ്മളെ പഠിക്കുമ്പോൾ ഇത് ഓർമ്മ വയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ സൂപ്പർ മെമ്മറി ടെക്നിക്കുകൾ, അത് ഞാൻ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓർമ്മശക്തി കൂടാനുള്ള മറ്റൊരു എളുപ്പ വഴിയാണ് ഓർമ്മശക്തിയെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ ആയാലും നമ്മളത് കഴിവതും എഴുതാതെ നമ്മൾ ഓർത്തെടുക്കണം. അതിനെ ഗ്രൂപ്പാക്കി, ഇപ്പോൾ 3 3 4 അങ്ങനെ പല പല ഗ്രൂപ്പാക്കി നമ്മളത് ഓർത്തു വെക്കുക. അതുപോലെ രാത്രി കിടക്കാനായിട്ട് നമ്മൾ ബെഡിൽ വന്നിരിക്കുമ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് ഓർത്തെടുത്ത് നോക്കുക. രാവിലെ എണീച്ചത് മുതൽ നമ്മൾ കിടക്കുന്നവരെ എല്ലാം വീഡിയോ കണ്ടു, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ പൈസ ട്രാൻസാക്ഷൻ ചെയ്തു, ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ ഇൻസിഡന്റ് ആ ദിവസം ഉണ്ടായി. ഇത് നല്ലൊരു എക്സർസൈസ് ആണ്. അപ്പൊ ഇങ്ങനെ ബ്രെയിൻ ഫ്രഷ് ആക്കി വെക്കുന്നതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ഏജിങ് കുറയും. ഈ പ്രായമാവുന്ന ആ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് കുറയും. കാരണം തലച്ചോറ് ആക്റ്റീവ് ആവുന്നതോടുകൂടി ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആക്റ്റീവ് ആവുകയും ബോഡിക്ക് മൊത്തമായിട്ട് ഒരു യൗവനം നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് ഫുൾ മാർക്കിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ കുട്ടികൾ പലരും പഠിത്തത്തിൽ മോശമാവുന്നത് വായന കുറയുന്നു, എഴുത്തു കുറയുന്നു, കണക്ക് ചെയ്യുന്നത് കുറയുന്നു, മൊബൈലിനകത്ത് കൂടുതൽ അഡിക്റ്റ് ആവുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് അവർ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും ബ്രെയിനിനകത്ത് പുതിയ ലിങ്ക് ഉണ്ടാവും, ബ്രെയിൻ വർക്ക് ചെയ്യും. കഥ കേൾക്കുമ്പോഴും കഥ വായിക്കുമ്പോഴും ഒക്കെ ഉറച്ചു വായിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ എഴുതുക, എല്ലാ ദിവസവും 2 3 പേജ് കോപ്പി എഴുതുക. അപ്പം പഠിത്തം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആരും എഴുതത്തില്ല, ജോലി പെൻഷനായാൽ പിന്നെ എഴുതത്തില്ല. അപ്പൊ എല്ലാ ദിവസവും ഡയറി എഴുതുക. ഈ വലത് കൈ വർക്ക് ചെയ്യുമ്പോൾ ഇടത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. ബ്രെയിനെ യൂസ് ചെയ്ത് ബ്രെയിനിന്റെ പവർ കൂട്ടുക. ഓർമ്മശക്തി വർദ്ധിക്കുന്ന മാത്രമല്ല, തലച്ചോറിലേക്ക് നമുക്ക് ഈ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകാതെ തലച്ചോറ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.